നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. മറ്റത്തൂരിലെ കൂറുമാറ്റം DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രനെതിരെ തെളിവുകൾ പുറത്ത്. BJP പിന്തുണയെ എതിർത്ത അംഗത്തെ ചന്ദ്രൻ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഓഡിയോ സന്ദേശം പുറത്തായി. BJP പിന്തുണയെ എതിർത്ത അക്ഷയ് എന്ന UDF അംഗത്തെയാണ് TM ചന്ദ്രൻ സ്വാധീനിക്കാനായി ശ്രമിച്ചത്. ഞാൻ പറഞ്ഞു, നമുക്ക് BJPയുടെ സപ്പോർട്ടുണ്ട്, കിട്ടിയ എല്ലാ സാധനങ്ങളും രാജിവെച്ചതിന് ശേഷം ഞാൻ വരുള്ളൂ. എനിക്ക് വലിയ നാണക്കേട് ചുമന്നിറക്കാൻ. ഞാൻ നിലപാട് ഞാൻ പറഞ്ഞു, എനിക്ക് BJP യാതൊരു ബന്ധവും എനിക്ക് താല്പര്യമില്ല. അല്ല, നീ ഒരു കാര്യം ചെയ്യേ, നീ BJPയുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ലാന്ന് പറയാനായിട്ട് തൃശ്ശൂർ നമ്മൾ 9 മെമ്പർമാരും കൂടി പത്രസമ്മേളനം വിളിച്ചേക്കാണ്. ബന്ധമില്ലാന്ന് അതാണ് ഇപ്പൊ മൊത്തം ചർച്ച നടക്കണേ. ബാക്കിയുള്ള 8 മെമ്പർമാരും നിന്റെ കൂടെ ഇല്ലേ? ബാക്കിയുള്ള 8 മെമ്പർമാരെ കാര്യമല്ല നോക്കണം, ഞാൻ എന്റെ കാര്യം നോക്കുന്നു. നീ ആ 8 മെമ്പർമാരും കൂടെ വന്നിട്ട് നീ പറയേ BJPയുമായിട്ട് യാതൊരു ബന്ധമില്ല. നീ പറയേ. പറഞ്ഞല്ലോ, BJPയായിട്ട് യാതൊരു ബന്ധമില്ല, എനിക്ക് വർഗീയ രാഷ്ട്രീയം എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. നീ അതെല്ലാവർക്കും കൂടി ഒരുമിച്ച് വരുന്ന പറഞ്ഞെന്തോ കുഴപ്പം? അല്ല, അവരെന്താ പറയാത്ത? ഒറ്റയ്ക്ക് പറഞ്ഞോളൂ അവർക്ക്. അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞ നമ്മൾ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമല്ലേ? തങ്ങളോടൊപ്പം നിൽക്കണമെന്നും BJPയുമായി ബന്ധമില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ പറയണമെന്നുമായിരുന്നു ചന്ദ്രന്റെ ആവശ്യം. ഇക്കാര്യങ്ങൾ അടങ്ങുന്ന ഓഡിയോ സന്ദേശമാണ് പുറത്തായത്. എന്നാൽ BJP പിന്തുണയോടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായ അംഗങ്ങൾ രാജിവെക്കണം എന്നായിരുന്നു അക്ഷയുടെ ആവശ്യം. എങ്കിൽ മാത്രമേ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കൂ എന്നും അക്ഷയ് വ്യക്തമാക്കി. മറ്റത്തൂരിലെ കൂറുമാറ്റത്തിന് പിന്നിൽ ചന്ദ്രനും സംഘവുമാണ് പ്രവർത്തിച്ചത് എന്നതിൻ്റെ തെളിവുകൾ ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. ചന്ദ്രനും സംഘത്തിനും എതിരെ മറ്റത്തൂരിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പക്ഷം രംഗത്തെത്തിയിരുന്നു. കൂറുമാറ്റം നടന്നത് ചന്ദ്രന്റെ നേതൃത്വത്തിലാണെന്നും രാഷ്ട്രീയ കളി അറിയാതെ പഞ്ചായത്ത് അംഗങ്ങൾ ചന്ദ്രന്റെ കെണിയിൽ വീഴുകയായിരുന്നെന്നും ഇവർ ആരോപിച്ചിരുന്നു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.